8ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 46 കുട്ടികളുണ്ടായിരുന്നു എന്ന്. ഈ 46 കുട്ടികളെയും ഗൈഡ് ചെയ്യാനുള്ള ഒരു അവസരവും എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ അവിടെ പഠിപ്പിച്ച ക്ലാസ് ടീച്ചർ എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാഴ്ച പരിമിതി മീൻസ് ബ്ലൈൻഡാണ് എന്ന് വിചാരിച്ചിട്ട് ഒരവസരവും നമുക്ക് തഴയപ്പെടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ടീച്ചർ ഒരു പക്ഷേ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്ലാസ്സിൽ നടന്ന ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്, ചുരുക്കി പറയാം. ക്ലാസ്സിൽ സംസാരിക്കുന്ന കുട്ടികൾക്ക് വീണ്ടും സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫൈൻ അടക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഞങ്ങളെ ക്ലാസ്സിൽ സംസാരിച്ചു കഴിഞ്ഞാൽ പേരെഴുതുക, ഫൈൻ വാങ്ങുക. അപ്പോൾ ഈ പേരെഴുതുക, ഫൈൻ വാങ്ങുക എന്നുള്ള പരിപാടി ടീച്ചർ എന്നെയായിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും കേൾക്കുന്ന ആളുകൾക്ക് അതൊരു അത്ഭുതം തോന്നും. കാരണം എനിക്കെങ്ങനെയാണ് കുട്ടികൾ സംസാരിക്കുന്നത് മനസ്സിലാവുക, കുട്ടികൾ എന്ത് കളിച്ചാലും ഞാനെങ്ങനെ അറിയാമെന്നുള്ള ഒരു സംശയം നമുക്കുണ്ടാവും. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഈ 46 കുട്ടികളുടെയും ശബ്ദം എനിക്കറിയാം. 46 കുട്ടികൾക്കും വേറെ വേറെ ശബ്ദങ്ങളാണ്. അപ്പം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ശബ്ദവും സംസാരവും കൃത്യമായി നോട്ടീസ് ചെയ്തുകൊണ്ട് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് കൃത്യമായ രീതിയിൽ ഫൈൻ കളക്ട് ചെയ്യുകയും ആ വർഷത്തിൻ്റെ അവസാനത്തിൽ 8ാം ക്ലാസ് ഞങ്ങൾ അവസാനിക്കുന്ന സമയത്ത് ആ പൈസ അവർ പിരിച്ചെടുത്ത 10ൻ്റെയും 20ൻ്റെയൊക്കെ നോട്ടുകൾ ഞാൻ ഒരു കെട്ടാക്കി റബ്ബർ ബാൻഡൊക്കെ ചെയ്ത് ടീച്ചറെ കയ്യിൽ ഇങ്ങനെ ഏൽപ്പിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. കാരണം നമ്മളൊരു കാര്യം ചെയ്ത് പൂർത്തിയാക്കിയൊരു പ്രത്യേക ഉന്മേഷമായിരുന്നു ഉണ്ടായിരുന്നത്.